പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ജപമാല രാജ്ഞി എന്ന ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദിവികാരുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിലയേറിയ മാധ്യസ്ഥം തേടിക്കൊണ്ടും നമുക്ക് ഈ 6-ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ ആശ്വാസം നൽകുകയും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അതേറ്റവും ശക്തമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിലൂടെ ആവശ്യപ്പെടാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് യാത്രയിലായിരിക്കുന്നവർ പ്രാർത്ഥനയിൽ ആയിരുന്നുകൊണ്ട് ഇവിടെ പല നിയോഗങ്ങൾ മാധ്യസ്ഥം തേടാം. ചില അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ആസന്നമായിരിക്കുന്ന ചില വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടിപ്പാടാം. ഉറപ്പുള്ള ഒരു മാധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മ എന്ന് നമുക്കറിയാം. വിശുദ്ധരെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അഭയശിലയാണ് അവൾ. ഭയന്ന് വിറച്ചോടി വരുന്ന മക്കളെ ചിറകിൻ്റെ കീഴിലേക്ക് ചേർത്ത് നിർത്തി ഒരു കഴുകനോ പരുന്തിനോ പ്രാപ്പിടിയനോ ഒരു ജീവിക്കോ പോലും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന ഉറപ്പുള്ള ഒരു അഭയ നഗരമാണ് പരിശുദ്ധ അമ്മ മാതാവ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ നൊമ്പരങ്ങൾ, ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാം. അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മയുടെ ചിറകിൻ കീഴിൽ നമുക്ക് തണലിൽ വളരെ ശക്തമായ മാധ്യസ്ഥത്താൽ, ഉറപ്പുള്ള അഭയത്താൽ നമുക്ക് ആശ്വാസം അനുഭവിക്കാം. ഈശോയേ, ഈ സമയത്ത് അവിടുന്ന് നൽകിയ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ അമ്മ മാതാവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒത്തിരി താഴ്മയോടെ നിന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, സകല അനർത്ഥങ്ങളിൽ നിന്നും ഈ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ മോചിതരാകാൻ ഈശോയെ അനുഗ്രഹിക്കണമേ. ക്രോവേന്മാർ പേറും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, ക്രോവേന്മാർ പേറും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, കാൽ കുഴയുമ്പോളോ രാശ്രയം നീ, അംബികെ ഞങ്ങൾ കേകിടണേ, കാൽ കുഴയുമ്പോളോ രാശ്രയം നീ, അംബികെ ഞങ്ങൾ കേകിടണേ, അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ, അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ഒരുമിച്ച് പാടാം. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എളിമപ്പെടുത്തിക്കൊണ്ട് അമ്മ ഈശോയുടെ മുമ്പിൽ വിനീത ദാസിയായി നിന്ന് വചനം സ്വീകരിച്ച് അത് പാലിച്ചതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. എളിമയുടെ വഴിയിലൂടെ ഈശോയുടെ പക്കലേക്ക് നമുക്ക് നടന്നെടുക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പുണ്യപുണ്യായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ജോലിസ്ഥലത്തും പഠന കേന്ദ്രങ്ങളിലും ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും. പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ ഓർക്കുകയും ഈ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. കാരണം തൻ്റെ അമ്മയെ ആര് പ്രകീർത്തിക്കുന്നുവോ, തൻ്റെ അമ്മയെ ആര് മഹത്വപ്പെടുത്തുന്നുവോ, പുത്രന് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ അമ്മയിലൂടെ ദൈവം ഒരുപാട് കാര്യം, സ്വർഗത്തിൻ്റെ സൈന്യാധിപ എന്നാണ് അവളെ വിശുദ്ധർ വിളിക്കുന്നത്. അവസാന കാലഘട്ടങ്ങളിൽ ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുവാൻ സ്വർഗം പ്രത്യേകം ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുന്ന, അഭിഷേകം ചെയ്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. ദൈവം തൻ്റെ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഈശോയുടെ പല ജീവചരിത്രത്തിലെ പല സംഭവങ്ങൾ അതെല്ലാം അമ്മയുടെ ഉപകരണമാക്കിക്കൊണ്ട് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മുതലും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ ഈ ജപമാല ഭക്തിയിലൊക്കെ വളരാം. ഇവിടെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ അബ്രാഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ്. 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റേ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനെ, അങ്ങനിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. അങ്ങനെ വലിയ ശുശ്രൂഷകൾ ചെയ്ത് തൻ്റെ ഭവനത്തിൽ അവരെ സ്വീകരിക്കുന്ന അബ്രാഹം. പിന്നീട് ഈ ദൈവദൂതന്മാർ അവനോട് ചോദിക്കുന്നതും, ഒരു മകനുണ്ടായിരുന്നു, എന്നാൽ അവൻ്റെ പുറകിൽ വസന്തത്തിൽ ഞാൻ നിൻ്റെ തീർച്ചയായും തിരികെ വരും, അപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറയുടെ ചിരിയും അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ആ 18-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന 2-ാമത്തെ ഭാഗം ഇതാണ്. സോദോം ഗൊമോറയെക്കുറിച്ച് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. അങ്ങനെ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് തന്നെ നമ്മൾ വളരെ ധ്യാനിക്കേണ്ട ഒരു സംഭവമാണിത്. ഈ സോദോം ഗൊമോറയ്ക്ക് നേരെ തിരിക്കുകയാണ്. ഈ ദൂതന്മാർ അബ്രാഹത്തിൻ്റെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി അവന് ഇസഹാക്കിനെയൊക്കെയുള്ള ജനിക്കുമെന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്ത് ഈ പ്രായം ചെന്നിരിക്കുന്ന സാറയോടും അബ്രാഹത്തിനോടൊക്കെ സംസാരിച്ച് അബ്രാഹത്തിൻ്റെ വലിയ വാത്സല്യത്തോടു കൂടിയുള്ള ഈ ദൈവദൂതന്മാരെയൊക്കെ സ്വീകരണമെല്ലാം കഴിഞ്ഞ് അവർ പോകുമ്പോൾ കർത്താവ് അവരിങ്ങനെ സോദോമിന് നേരെ തിരിക്കുമ്പോൾ വഴിയിലെത്തുന്നത് വരെ അബ്രാഹം അവരെ അനുയാത്ര ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വചനമാണ്, കർത്താവ് ആലോചിച്ചു. എന്താണ് വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്? 18-ാമത്തെ വാക്യം 18-ാം അധ്യായത്തിൻ്റെ. അബ്രാഹം മഹത്വം ശക്തവുമായൊരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കുക ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധീകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുക. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം അത് കർത്താവ് ആലോചിക്കുകയാണ്. അത് അബ്രാഹത്തിനെ അറിയിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം എന്താ?
അബ്രാഹാം അതുപോലെ ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുന്ന ഒരാളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, കർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു പിതാവാണ്. അതുകൊണ്ട് അബ്രാഹത്തിനെ അറിയിക്കാതിരുന്നാൽ, കാരണം ഈ സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പഴയ നിയമത്തിൽ ഈ കാണുകയാണ്, അബ്രാഹാം ഇങ്ങനെ പോകുമ്പോൾ താൻ അവിടുന്ന് സൊദോമിന് അവിടെ നേർന്നപ്പോൾ അബ്രാഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ബൈബിൾ വ്യാഖ്യാതാക്കളും ഒക്കെ പറയുന്നൊരു കാര്യം ഇതാണ്, ഈ കർത്താവിൻ്റെ മുമ്പിൽ വട്ടം കയറി തടസ്സം നിൽക്കുന്ന ഒരു അബ്രാഹത്തെയാണ് നമ്മൾ കാണുന്നത് 18-ാമത്തെ അധ്യായത്തിൽ. കാരണം എന്താ, ജനം അതുപോലെ പാപം ചെയ്തു, വലിയ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് സംഭവിക്കരുത്. ഈ ജനത്തിന് വേണ്ടി നീതിമാന്മാരുണ്ടെങ്കിൽ, ഇനി ഈ പാപികളെ നശിപ്പിക്കാൻ നീതിമാന്മാരുണ്ടെങ്കിൽ, അതുകൊണ്ട് ഈ ദേശത്ത് നിന്ന് അങ്ങനെ നശിപ്പിച്ചാൽ അത് ശരിയാവുമോ? എണ്ണം പറഞ്ഞ് അബ്രാഹാം അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി, ഈ സൊദോം ഗൊമോറയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, പാപികൾക്കും നീതിമാന്മാർക്കും വേണ്ടി ഒരുപോലെ മധ്യസ്ഥം നിന്ന് തടസ്സം നിൽക്കുക, സംഭവിക്കാൻ അനുവദിക്കരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒന്നുമല്ല. തൻ്റെ മക്കൾ നശിക്കാൻ പോകുമ്പോൾ പാപികളുടെ സങ്കേതമേ എന്ന് നമ്മൾ ലുത്തിനിയ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞത്, പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ലോകം എല്ലാം പാപത്തിൽ മുഴുകുമ്പോഴും, ഈ ലോകം മുഴുവൻ പാപാവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും ഈ പാപികളെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മ വലിയ വ്യഗ്രതയോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയുടെ സമാപനത്തിൽ ലുത്തിനിയായിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്, പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. അവിടെ എത്ര പാപാവസ്ഥയിൽ കഴിയുന്നവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അഭയ സ്ഥലമാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത്. നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ ചിറകിൻ്റെ കീഴിൽ പോയി നിൽക്കാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു അഭയ സങ്കേതം. ഈ അബ്രാഹാം നിന്നത് തന്നെയാണ്, ദുഷ്ടന്മാരോടൊപ്പം നീതിമാരെയും ആരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ എന്ന് പറഞ്ഞാൽ, അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ എന്ന് പറഞ്ഞാൽ, ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ജനത്തിനു വേണ്ടി പാപികളാണ്, അവർ ദുഷ്ടന്മാരാണ്, എല്ലാ രീതിയിലുള്ള പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരാണെങ്കിലും അവരെ, നീതിമാന്മാരെ ഓർത്ത് അവരെ നശിപ്പിക്കരുത്, വലിയ നാശം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരരുത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമുക്കറിയാം, ചില അനർത്ഥങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ, ചില വലിയ ദുരിതങ്ങൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ, നിഷ്കളങ്ക രക്തം കൂടി അതിൽ പെട്ടിട്ടുണ്ട്. വിശുദ്ധിയോടെ ജീവിച്ചവർക്കും അപകടമുണ്ടായിട്ടുണ്ട്. വലിയ തകർച്ചകൾ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സംശയങ്ങളാണ്. അല്ലെ, ഈ കുടുംബത്തിൽ എങ്ങനെ ഇത് വന്നു? അബ്രാഹത്തിന് സമനായ ഒരാൾ മധ്യസ്ഥം വഹിക്കാൻ വേണം അവിടെ. നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ, ഇങ്ങനെ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക. ജപമാലകൾ പലപ്പോഴും കുടുംബത്തിൽ എല്ലാവരുടെ കൂടി ഒരുമിച്ചൊന്നും ജപമാല ചൊല്ലാനോ പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടാകില്ല. ചിലർക്ക് അതിനൊന്നും താല്പര്യമില്ല. നമുക്കറിയാമല്ലോ, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും ചിലരൊന്നും നിരന്തരമായിട്ട് പങ്കെടുക്കാറില്ല, ആ സമയത്ത് വീട്ടിലെത്താറില്ല. ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും മുറികളിൽ തന്നെ വസിക്കുന്നു, അവരിറങ്ങി വരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല. ആ കുടുംബത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുന്ന ചിലപ്പോൾ ആ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട അമ്മച്ചി, വല്യമ്മച്ചിയോ അല്ലെങ്കിൽ വല്യപ്പച്ചനോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബനാഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പ്രത്യേക അവസ്ഥയിലൂടെ കുടുംബം കടന്നു പോകുമ്പോൾ കുടുംബനാഥന്മാരായിരിക്കാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതും ആ കുടുംബത്തിൻ്റെ ദുരവസ്ഥകൾ കണ്ട് കണ്ണുനീരോടെ മധ്യസ്ഥം വഹിക്കുന്നത് അവരാ, പ്രാർത്ഥിക്കുന്നവർ. ഇത് ആത്മീയജീവിതത്തിൻ്റെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു ശ്രദ്ധിക്കേണ്ട മേഖലയാണിത്. റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 33 വചനങ്ങളിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ട്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനായ യേശുക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് പോലും പറയുകയാണ്, മരിച്ചവനാണ്, ഉത്ഥാനം ചെയ്തവനാണ്, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് അവിടുന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ദൈവം തന്നെ ഒരു മധ്യസ്ഥനായിരിക്കുമ്പോൾ വിശുദ്ധ ബർണാദ് പറയുകയാണ്, നമ്മുടെ മധ്യസ്ഥൻ്റെ പക്കൽ നമുക്കൊരു മറ്റൊരു മധ്യസ്ഥനെ കൂടി വേണ്ടേ? ദൈവമാണ്, നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റും, നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലാൻ മാത്രം യോഗ്യരാണോ നമ്മൾ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ മാത്രം യോഗ്യരാണോ നമ്മൾ?
നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് തികഞ്ഞവരാണോ? പാപത്തിൽ നിന്ന്, ഈ ലോക സുഖങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ കാണുന്ന പോലെ കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ജഡത്തിൻ്റെ ദുരാശ, ഇതിൽ നിന്നൊക്കെ മാറി ഏറ്റവും പരിപൂർണതയിൽ ജീവിക്കുന്നവരാണോ നമ്മൾ? നമുക്ക് നേരിട്ട് ഈ ദൈവത്തെ സമീപിക്കാൻ പറ്റുമോ? ഒരു ഉന്നതനായൊരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ വലിയ ഭരണാധികാരിയോ ആരെങ്കിലും സന്ദർശിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ സഭയിലെ തന്നെ വലിയ ഉന്നതരായിരിക്കുന്ന ഒരാളെ നമ്മൾ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ നേരിട്ട് ചെന്ന് അവരോടുള്ളൊരു അപ്പോയിൻമെൻ്റ് എടുക്കുകയോ കാണാൻ പോവുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുന്നുണ്ട്. ഒരു മധ്യസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ഈശോ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറയാണ്, അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ക്രിസ്തു തന്നെ. അപ്പം തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥനാണ് കർത്താവ് എന്ന് തിരുവചനം പൗലോസ്ലീഹ പറയുകയാണ്. ആ മധ്യസ്ഥൻ്റെ പക്കൽ വിശുദ്ധ ബർണാദ് പറയാണ്, ആ മധ്യസ്ഥൻ്റെ പക്കലും നമുക്കൊരു മധ്യസ്ഥയെ ആവശ്യമുണ്ട്. അത് മറിയത്തേക്കാൾ യോഗ്യതയുള്ളവളായി മറ്റാരുമില്ല. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേ ഉള്ളൂ. അവൾ വഴിയാണ് ക്രിസ്തു നമ്മിലേക്ക് വന്നത്. അതുകൊണ്ട് അവൾ വഴി തന്നെ വേണം നമുക്ക് അവിടുത്തെ സമീപിക്കാനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 6-ാമത്തെ ദിവസം നമ്മൾ എളിമയോടെ, നമുക്കറിയാലോ, നമുക്കൊരു റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഒരു നീതി നടപ്പിലാക്കി കിട്ടണമെങ്കിൽ, നമുക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ മറ്റധികാരികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഫേവർ അല്ലെങ്കിൽ ഒരു രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ നേരിട്ടല്ല ചെല്ലുന്നത്. കാരണം എന്താണ് പറഞ്ഞത്? ഇതിനകത്ത് പറയുന്നത് അത്യുന്നതനും പരിശുദ്ധനുമായ യാതൊരു ശുപാർശകരെയും കൂടാതെ നേരിട്ട് നമുക്ക് സമീപിക്കാൻ ചില സമയത്ത് പറ്റുമോ? അബ്രാഹത്തിന് വേണമെങ്കിൽ, ആ നീതിമാന്മാർക്ക് വേണമെങ്കിൽ നേരിട്ട് നിലവിളിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി അബ്രാഹം അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ചില കുടുംബത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആ കുടുംബത്തിൽ മറ്റേ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ ചില കുടുംബത്തിൻ്റെ അവസ്ഥ, പാപം ചെയ്തിട്ട് കുടുംബനാഥൻ്റെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ പാപാവസ്ഥകൾ കൂടിക്കഴിയുമ്പോൾ അത്രമാത്രം ദയനീയമായൊരവസ്ഥ വരാറുണ്ട്. ചില ദേശത്തിൻ്റെ പാപങ്ങൾ, ചില സ്ഥലങ്ങളിൽ, ചില പ്രത്യേക ഇടങ്ങളിൽ വലിയ പാപം പെരുകുമ്പോൾ മാർപ്പാപ്പന്മാരൊക്കെ ശക്തമായിട്ട് ഈ ജപമാല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് എന്താ? ഈ ദേശത്തെ തിന്മ പെരുകിക്കഴിഞ്ഞപ്പോഴാണ്, ഒരു ശിക്ഷയുടെ സാധ്യതകൾ ഒരുങ്ങിക്കഴിയുമ്പോൾ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഈ ദേശത്തെ വാളുകൊണ്ട്, ക്ഷാമം കൊണ്ട്, പട്ടിണി കൊണ്ട്, പകർച്ചവ്യാധി കൊണ്ട് ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ, ചില സന്ദേശങ്ങൾ, ചില മുന്നറിയിപ്പുകളൊക്കെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. ചില അപകടങ്ങളുടെ സാധ്യതകൾ, ചില മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ചില രോഗങ്ങളെക്കുറിച്ച്, ചില പ്രത്യേകതരം വൈറസുകൾ, ചില പ്രത്യേക തരം രോഗങ്ങൾ, വീണ്ടും പരിശോധനകളും വലിയ കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള മുന്നറിയിപ്പുകൾ. ഈ സ്ഥലത്താണ് ഒരു മധ്യസ്ഥത നമുക്കുണ്ടായിരിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടവർ. അതിൽ വിശുദ്ധർ പറയുകയാണ്, അതിലേറ്റവും ശക്തമായ മധ്യസ്ഥ എന്നുള്ളത് മറിയമാണ്. കാരണം അവൾ വഴിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നേരിട്ട് ഈ ഉന്നത സ്ഥാനീയനായ, സൃഷ്ടാവായ, പ്രപഞ്ചകർത്താവായ, അത്യുന്നതനായ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ നമുക്ക് ആദരവും എളിമയിൽ നമുക്ക് നേരിട്ട് അങ്ങ് ചെല്ലും. നമുക്കറിയാലോ, ഒരു ഭരണാധികാരിയോ ഉന്നതനായൊരു ഉദ്യോഗസ്ഥനെയോ വിശുദ്ധർ പറഞ്ഞാൽ നമ്മൾ അവരെ നേരിട്ടങ്ങ് ചെല്ലുമ്പം നമ്മൾ അത്ര ആദരവൊന്നും കാണിക്കുന്നില്ല. ഒന്ന് അവരോട് അന്വേഷിച്ച്, അവർ ഫ്രീ ആണോ, അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുമോ, നാളെ വന്നാൽ കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ വളരെ തിരക്കുള്ള ഉന്നതനായ ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ നേരിട്ട് ചെല്ലുമല്ലോ. ആ വ്യക്തിക്ക് ആദരവും അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെല്ലുന്നത്. അതാരാ? മറ്റൊരാളോടാ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ ദൈവമാതാവാണ്, അമ്മ മാതാവാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ ഈശോയിലേക്ക് ചെല്ലാൻ വളരെ എളുപ്പമാണ്. അമ്മയുടെ സ്നേഹപരമായ രീതിയിൽ, കാരണം ക്രിസ്തുനാഥന്, കാരണം നമ്മുടെ അഭിഭാഷകനും മധ്യസ്ഥനുമാണെന്നൊക്കെ പറയുമ്പോഴും, അതായത് അവിടുത്തോട് നേരിട്ട് ഐക്യപ്പെടാൻ മാത്രം നിർമ്മലരാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ? തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് നേരിട്ട് ഈ കാര്യം പറഞ്ഞ് അതാ വിശുദ്ധർ ചോദിക്കും, അത്ര നിർമ്മലരാണോ നമ്മൾ? നാമും എന്താണ് അവിടുന്ന് പിതാവിന്, അതായത് അവിടുന്ന് പിതാവിന് സമനായ ദൈവമല്ലേ? പുത്രനായ ഈശോയുടെ പക്കലേക്ക് നേരിട്ട് ചെല്ലാൻ ഇപ്പം ചില ആൾക്കാർ, ചില മതവിഭാഗക്കാർ അവർ പറയും, നമുക്ക് വേറൊരു മധ്യസ്ഥയുടെ ആവശ്യമൊന്നുമില്ല, വേറൊരു ഇൻ്റർമീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരാളുടെ പോലും നമുക്ക് റെക്കമെൻഡേഷൻ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ചെല്ലാം. പക്ഷെ അത്രയും നിർമ്മലരാണോ നമ്മളെന്നാണ് വിശുദ്ധ മോൺഫോർട്ടും ബർണാദും ഒക്കെ ചോദിക്കുന്നത്. ഒരാളുടെ റെക്കമെൻഡേഷൻ ആവശ്യമില്ലേ?
അബ്രാഹാം നിന്നതുപോലെ നീതിമാന്മാർക്ക് വേണ്ടി 50 പേർക്ക് വേണ്ടി, 40 പേർക്ക് വേണ്ടി, 30 പേർക്ക് വേണ്ടി, 10 പേരെങ്കിലും ഉണ്ടെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പഴയ നിയമത്തിലെ അബ്രാഹാം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം നമുക്ക് മധ്യസ്ഥയായി, സംരക്ഷകയായി, പാപികളുടെ സങ്കേതമായി നൽകിയിരിക്കുന്നത് ഈ പരിശുദ്ധ ദൈവമാതാവിനെയാണ്, ഈ ജപമാല രാജ്ഞിയാണ്. അതുകൊണ്ട് ഈ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തമായിട്ട് തേടാം. നമുക്ക് ഈ കാരണം എന്താണ് പറഞ്ഞത്? നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ പക്കൽ മധ്യസ്ഥയായി നമുക്ക് മറിയത്തെ ആവശ്യമുണ്ട്. അത് ഉറപ്പിക്കണം. നമ്മുടെ മധ്യസ്ഥനാണ്. അതാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണെന്ന് ഈ റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വചനം പറയുകയാണ്. അവിടുന്ന് വലതുഭാഗത്തിരുന്ന്, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിനായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ വേർപെടുത്താനും ഒന്നും പറ്റിയില്ല. കാരണം അവൻ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിശുദ്ധർ പറയുകയാണ്, അവൻ്റെ പക്കലേക്ക് നേരിട്ട് ചെല്ലാൻ നമുക്ക് എപ്പോഴും അതൊരു ആദരവിൻ്റെ കുറവില്ലേ അവിടെ? നമുക്ക് നേരിട്ട് ചെല്ലാമെന്ന് പറയുമ്പോഴും കർത്താവിനെ നേരിട്ട് ആരാധിക്കാനും ഒക്കെ പറ്റുമ്പോഴും ഈ അമ്മയുടെ സ്നേഹം അങ്ങനെ, അമ്മ അത് വളരെ മനോഹരമായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കുഞ്ഞൊരു ആവശ്യം നടക്കണമെങ്കിൽ, ചെറിയൊരു ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ, കുട്ടികൾക്കൊരു പിക്നിക്ക് പോകണമെങ്കിൽ, ഒരു പുതിയ ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അപ്പൻ്റെ അടുത്ത് നേരിട്ട് എന്ന്, അപ്പൻ വൈകുന്നേരം വരുമ്പോൾ, വീട്ടിലെ പിതാവ് വരുമ്പോൾ നേരിട്ട് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇത് സ്വർഗത്തിലെയും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഈ വിശുദ്ധർ പലപ്പോഴും നമ്മളോട് പറയുന്നത്. അവരെന്താണ്? കുട്ടികൾ അമ്മയുടെ പക്കൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അമ്മ അതിൻ്റേതായ തരത്തിൽ ഈ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്, പല കാര്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടി. ഇവിടെ ഏറ്റവും ലളിതമായ, അതാണ് പറഞ്ഞത്, ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്ന് പറഞ്ഞ ഏറ്റവും ലളിതമായ ഒരു പ്രാർത്ഥനാ രീതിയാണ്. എന്നാൽ അത് ശക്തമാണ്. കാരണം ഇത് ലളിതം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ അവസ്ഥകളും തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞുങ്ങളൊരു ആവശ്യപ്പെടുമ്പോൾ അതെന്താണെന്നും ആ കുഞ്ഞിൻ്റെ മനസ്സും ഈ അമ്മയ്ക്കറിയാം. അതിൻ്റെ ഏങ്ങലടിക്കുന്ന ഹൃദയത്തിൻ്റെ താളങ്ങളൊക്കെ ഈ അമ്മയ്ക്ക് മനസ്സിലാകും. അപ്പം അമ്മ എന്തു ചെയ്യും? അമ്മ അത് വേണ്ട രീതിയിൽ ഈ അപ്പൻ്റെ പക്കൽ, പിതാവിൻ്റെ പക്കൽ ചെന്ന് സമർപ്പിക്കും. അതുകൊണ്ട് എപ്പോഴും അമ്മ മാതാവ് ഒരു മധ്യസ്ഥയാണ്. പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പോരുന്ന ശക്തമായി നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്നവളാണ്. അതുകൊണ്ടാണ് അവൾക്ക് സഭ ഇങ്ങനെയൊരു വലിയ വിശേഷണം നൽകിയത്. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവർ, ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയുടെ വിളി ലഭിച്ചിരിക്കുന്നവർ, എന്താണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ ഇന്നത്തെ ശുശ്രൂഷകൾ കാഴ്ചവെക്കാം. മധ്യസ്ഥ പ്രാർത്ഥനകൾ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ, എല്ലാ ശുശ്രൂഷാ സ്ഥലങ്ങളിൽ ഒരുപാട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്ന് പറഞ്ഞാൽ അത് മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. ഇന്നൊരു പക്ഷേ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ എണ്ണം കുറഞ്ഞു, ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഒരു ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു സന്യാസഭയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രായം ചെന്നവരായിരിക്കാം, രോഗികളായിട്ട് വിശ്രമജീവൻ നയിക്കുന്നവരായിരിക്കാം. ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിരുന്നു ആ സഭയ്ക്ക് വേണ്ടി. ഇടവകയിൽ ഒരുപാട് കുടുംബങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി, വികാരിയച്ഛന് വേണ്ടി, അവിടുത്തെയുള്ള സമർപ്പിതർക്ക് വേണ്ടി, ആ ഇടവകയിൽ അനർത്ഥങ്ങളും അപകടങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്ക് കർത്താവിൻ്റെ പക്കൽ മധ്യസ്ഥയായ മറിയമുണ്ടെങ്കിൽ നമുക്കും ഈ മറിയത്തോട് മാധ്യസ്ഥം തേടാൻ, ഈ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഇടവകളിലും സന്യാസ ഭവനങ്ങളിലും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷാ തലങ്ങളിലും, പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനിലും അങ്ങനെയുള്ള മാധ്യമ ശുശ്രൂഷകളിലും നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം. ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ഇതിനെല്ലാം കർത്താവ് ഉപയോഗിക്കുമ്പോൾ ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനക്കാരാവശ്യമുണ്ട്. നമുക്ക് ഈ ജപമാല സഖ്യത്തിലുള്ളവരെ അച്ഛൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജപമാല കരങ്ങളിലെടുത്ത്, ഈ ശാലോം ശുശ്രൂഷയുടെ ജപമാല സഖ്യത്തിലുള്ളവർ ഈ ജപമാല കരങ്ങളെടുത്ത് ഈ ലോകത്തിന് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭാമക്കൾക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ശാന്തമായി നമുക്ക് മുട്ടിന്മേലായിരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടെ നൽകിയ ഈ സന്ദേശം സ്വീകരിക്കാൻ അബ്രാഹാം ദൈവസന്നിധിയിൽ നീതിമാന്മാർക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിന്നതുപോലെ പാപികളും ബലഹീനരുമായൊരു നശിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ ദൈവമാതാവ്
നമുക്ക് വേണ്ടി ഉറപ്പുള്ള ഒരു സങ്കേതമായി, ഒരു മധ്യസ്ഥയായി ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ ലോകത്തിൻ്റെ പ്രകാശമാകാൻ, ഈ ലോകത്തിൻ്റെ ഉപ്പായി തീരാൻ, ഈ ഭൂമിയുടെ ഉപ്പായി തീരാൻ വിളി ലഭിച്ചിരിക്കുന്നവർ, മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് നിയോഗം ഏറ്റെടുത്തിരിക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നീതിമാന്മാർക്ക് വേണ്ടി നിലവിളിക്കാൻ, പാപികളുടെ നാശം സംഭവിക്കാതിരിക്കാൻ, ദൈവത്തിൻ്റെ കരുണ ആവശ്യമായിരിക്കുന്ന മക്കൾക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ, ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുന്നവരെ, അനേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ, ജപമാല സഖ്യങ്ങളെ മരിയൻ കൂട്ടായ്മ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികൾക്കെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ഇന്നത്തെ സൽക്കറിയായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ചും ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ കരങ്ങൾക്ക് ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഒപ്പം തന്നെ മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു വിളി ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം സുഹൃത ജപമായിട്ട് ചൊല്ലേണ്ടത്, പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മറിയത്തോട് നമുക്ക് മാധ്യസ്ഥം തേടാം. ഈശോയെ ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ സ്നേഹം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് കൂടെയായിരിക്കാൻ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുമ്പോൾ ഈശോയുടെ സാന്നിധ്യം സഭ മുഴുവനിലും നിറയാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് ദിവ്യകാരുണ്യ സാന്നിധ്യം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സഹായവും എല്ലാ വിശുദ്ധരുടെ കൂട്ടായ്മയും മാലാഹമാരുടെ വലിയ സംരക്ഷണവും യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. കർത്താവിൻ്റെ സ്നേഹം ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് അനുഭവിച്ചറിയാം. കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു, കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു, കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. വാത്സല്യമായി ദൈവം മാറുന്നതെന്തിനു, വാത്സല്യമോടെ നാം വാണിടുവാൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നുമെന്നേരവും ആരാധന. ആരാധന ആരാധന ജീവിക്കും ദൈവമേ, ആരാധന 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 ജീവിക്കും ദൈവമേ, ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ
ഈശോയെ ആരാധന സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യമേ, കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം നിറയുവാൻ, കർത്താവിൻ്റെ സ്നേഹം ദിവ്യകാരുണ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് അവനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരുന്ന് തുടർന്നുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹാം ദൈവദൂതന്മാരുടെ മുൻപിൽ സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥനയും അബ്രാഹത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ആ പ്രവൃത്തികളുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ ആരാധനയുടെ സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഒരുപക്ഷെ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നവർ, കടുത്ത നിരാശയിൽ കഴിയുന്നവർ, വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നവർക്ക് വേണ്ടി, അവർക്കെല്ലാം വേണ്ടി നമ്മളിന്ന് മാധ്യസ്ഥം വഹിക്കുകയാണ്. അബ്രാഹാം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങ് ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോൾ നീതിമാന്മാരും ആ കൂട്ടത്തിൽ നശിക്കുമല്ലോ. അതുകൊണ്ട് നഗരത്തിലെ നീതിമാന്മാരെ ഓർത്ത് നീ ദുഷ്ടന്മാരെ നശിപ്പിക്കാതിരിക്കണമേ. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് അടുത്ത ഘട്ടമാണ് ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പിലാക്കുക. ദൈവത്തിൻ്റെ ശിക്ഷ ഈ ഭൂമിയിൽ നടപ്പിലാക്കുക. കാരണം പാപം പെരുകിക്കഴിയുമ്പോൾ, അനുതാപമില്ലാത്ത അവസ്ഥയിൽ ആളുകൾ ജീവിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയോടും കുമ്പസാരത്തോടും കൂദാശകളോടുമൊക്കെ വിമുഖത കാണിച്ചുകൊണ്ട്, മടുപ്പ് തോന്നിക്കൊണ്ട്, അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട്, ഇതെല്ലാം നിസ്സാരമായി കരുതുകൊണ്ട് ഈശോയെ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നവരെ ഒരു പരിധി കഴിയുമ്പോൾ കർത്താവിൻ്റെ നീതി നടപ്പിലാക്കപ്പെടുന്ന സമയം. ആ സമയത്താണ് ദൈവം ചില നീതിമാന്മാരെ ഉയർത്തുന്നത്. ആ സമയത്താണ് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ചിലർക്ക് പ്രേരണ നൽകുന്നത്. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളും ഈ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്രകാരമുള്ള ഒരു മധ്യസ്ഥ ശക്തിയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ അബ്രാഹത്തിന് ലഭിച്ച ഒരു വിളി പോലത്തെ വിളി. തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ആ ജനത്തിനു വേണ്ടി ഫറവോയുടെ മുമ്പിൽ പോയി നിന്ന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന മോശയുടെ ഒരു ധൈര്യം.
ജനത്തെ കാനാൻ ദേശത്തേക്ക് പ്രതിസന്ധികൾക്കിടയിൽ നയിച്ചുകൊണ്ടിരുന്ന ജോഷുവായ്ക്കുണ്ടായിരുന്ന ധീരത നമുക്കിന്ന് സ്വീകരിക്കേണ്ടത് ഈ ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയും തൻ്റെ മക്കൾക്ക് വേണ്ടി പാപികളുടെ സങ്കേതമായി അമ്മ മാറുകയാണ്. പാപികൾക്ക് വേണ്ടി, പാപികളായ ആളുകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. റോമാലേഖനം 8:33 നമ്മൾ കണ്ടു, മരിച്ചവനെങ്കിലും ഉയർപ്പിക്കപ്പെട്ടവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശുക്രിസ്തു. ഈ ദിവ്യകാരുണ്യം വലിയൊരു സംരക്ഷണമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. ഇപ്രകാരം ഒരു ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമായി, ഭാഗ്യമായി കരുതണം. കാരണം പാപത്തെ ഹനിക്കുവാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഈ ആരാധന ഒരുപാട് വിശുദ്ധീകരിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഇതെൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ആശുപത്രിയാണ്. ദിവ്യകാരുണ്യ ആരാധന എന്നുള്ളത് എൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ആശുപത്രിയാണ്. അവിടെ എന്താണ്? എല്ലാ രോഗികളെയും, എല്ലാ പാപികളെയും എൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനവിടെ സൗഖ്യം നൽകുകയാണ്. ഞാൻ അവരെ വിശുദ്ധീകരിക്കുകയാണ്. അവരുടെ പാപങ്ങൾ കഴുകി വെടിപ്പുള്ളതായി, വെണ്മയുള്ളതാക്കി മാറ്റുകയാണ്. ഈശോയോട് വലിയൊരു സ്നേഹം നമുക്കുണ്ടാകണം. ഈശോയെ, ഞാൻ പാപിയാണ്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പാപാവസ്ഥകളുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കർത്താവേ. ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടാൻ തക്ക വിധം പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ ഇടവകകളിലും എൻ്റെ സഭയിലുമുണ്ട്. ഒരുപക്ഷെ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ പ്രകാരമുള്ള പല നൊമ്പരങ്ങൾ കർത്താവിനുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, ഒരുപക്ഷെ കർത്താവ് ഇന്ന് വേദനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ദിവ്യകാരുണ്യനാഥൻ്റെ ഒരുപാട് നൊമ്പരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. ഇതിനൊക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ ഒരു മാധ്യസ്ഥത്തിൻ്റെ, തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കൃപ നമുക്ക് സ്വീകരിക്കണം. നമുക്ക് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ട്, അബ്രാഹത്തെ പോലെ മോശ തൻ്റെ ജനത്തെ ആരാധിക്കാൻ വിടുതൽ കിട്ടാൻ വേണ്ടി ഫറവോയുടെ മുമ്പിൽ നിന്ന് ശക്തനായി വിക്കുള്ള ആ മോശ പ്രവാചക തീഷ്ണതയോടെ, ദൈവം കൊടുത്ത ആ ധീരതയോടെ അഹറോനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ മോശ ഫറവോയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഇന്ന് പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ, ഭരണാധികാരികളുടെ മുമ്പിൽ ഒരുപക്ഷെ തൻ്റെ ജനത്തിന് വേണ്ടി ഇന്ന് വാദിക്കുവാൻ, തൻ്റെ ജനത്തിനു വേണ്ടി തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ, ആ ജനത്തിനു വേണ്ടി പ്രവാചക ധീരതയോടെ അനേകം ആത്മാക്കൾ ഉണർന്നു വരാൻ വേണ്ടി ഇന്ന് ഈ സമയം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ ശ്രവിക്കണമേ. ദാനിയേൽ പ്രവാചകന്റെ ഈ പ്രാർത്ഥന കർത്താവേ വലിയ നിലവിളിയായിട്ട് ഈ സമയം ഉയരട്ടെ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ശ്രവിക്കണമേ. കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ സ്വരമുയർത്തി വിളിച്ചു പാടി പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കണമേ. കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങളോർത്തു കരഞ്ഞിടാം, അനുദപിക്കാം, ഏറ്റു ചൊല്ലാം. എൻ്റെ വീഴ്ചയെ പ്രതി എൻ ഭവനത്തെ കൈവെടിയരുതേ ദൈവമേ. എൻ്റെ വീഴ്ചയെ പ്രതി
എൻ ഭവനത്തെ കൈവെടിയരുതേ ദൈവമേ. അബ്രാഹത്തെ പോലെ പ്രാർത്ഥിക്കാം. കർത്താവേ, ദാനിയേൽ ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ക്ഷമിക്കണമേ. കർത്താവേ, പൊറുക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരും. കണ്ണുനീരിന്റെ പരിഹാരത്തിന്റെ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. തന്റെ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സ്വയെ അനേകരെ ഉയർത്തണേ കർത്താവേ. ഈ കാലഘട്ടത്തിൽ കർത്താവേ, കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവർക്ക് വേണ്ടി, സഭയിൽ അനുസരണക്കേടിന്റെ ആത്മാക്കള് ജീവിക്കുന്നവര്, ഒരുപാട് വേദന ദൈവമക്കൾക്ക് സൃഷ്ടിക്കുന്നവർക്ക് വേണ്ടി കർത്താവേ അവിടുത്തെ കരുണ ഒഴുകട്ടെ. അനേകർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ മധ്യസ്ഥ പ്രാർത്ഥനകളെ ഉയർത്തണമേ കർത്താവേ. മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. അനേകർക്ക് കൃപ കൊടുക്കണേ കർത്താവേ. മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ അനേകരെ അഭിഷേകം ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരം നൽകണേ കർത്താവേ. ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അനേകരെ അവിടുന്ന് ഈ കാലഘട്ടത്തിൽ ഉയർത്തണമേ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കാം, ദിവ്യകാരുണ്യത്തെ നോക്കി വിളിക്കാം. കർത്താവേ, ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ, പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ അനേകം മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രവിക്കണമേ. കർത്താവേ, പൊറുക്കണമേ. എൻ്റെ പാപം ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരുപക്ഷെ വലിയ സഹനങ്ങളായി രോഗികളായി കിടക്കയിൽ കിടക്കുന്നവരായിരിക്കാം. എല്ലാ രീതിയിലും പ്രാർത്ഥിച്ച് മടുത്തുപോയവരായിരിക്കാം. മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ വിളി ലഭിച്ചവരായിരിക്കാം. ഈ സമയം അവരിലേക്കെല്ലാം വലിയ ദൈവകൃപ ഒഴുകുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. കാരണം അബ്രാഹാം മധ്യസ്ഥം വഹിച്ചതുപോലെ, മോശ ഭരണാധികാരികളുടെ മുമ്പിൽ നിന്നതുപോലെ, ജോഷുവ ഒരു ജനത്തെ നയിച്ചതുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയവർ, ജെറീക്കോ പട്ടണങ്ങൾ ഈ ജോഷുവയുടെ നേതൃത്വത്തിൽ തകർന്നു വീണു. പ്രവാചകന്മാരും ന്യായാധിപന്മാരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട രാജാക്കന്മാരും തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് ജനത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരിൽ നിറഞ്ഞ ചൈതന്യം നമ്മളിലേക്ക് നിറയാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി പാപികളുടെ സങ്കേതമായ അമ്മ മാതാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ കാലഘട്ടങ്ങളിൽ അനേകരിലേക്ക് ഈ ആരാധനയുടെ സമയത്ത് ഈശോ നൽകപ്പെടുന്നു. കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ. പ്രാർത്ഥിക്കുവാനുള്ള, മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും
പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനുമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ നമുക്കും പാപാവസ്ഥകളിൽ കിടക്കുന്നവരെ, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നവരെ, ദൈവശിക്ഷയ്ക്ക് കാരണമായി തീർന്ന പാപം ചെയ്ത് ലോകത്തിലും മനുഷ്യരുടെ മുമ്പിലും ദൈവസന്നിധിയിലും ശിക്ഷാവിധിക്ക് അർഹമായ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിഹാരം ചെയ്യുവാൻ, പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. നിന്നെ പരിത്യജിക്കും നിന്റെ മക്കൾക്കു വേണ്ടി ഉപവസിക്കാം, കാത്തിരിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കൂ. നീരെനിക്കു തരൂ. ആവർത്തിച്ചു പാടാം ആ വരികള്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. എൻ്റെ പാപം പൊറുക്കേണമേ. ഈശോയിലേക്ക് നോക്കി എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ദിവ്യകാരുണ്യനാഥൻ നമ്മളോട് പറയുന്ന ഒരു വലിയ വാഗ്ദാനമാണ്, ഉറപ്പാണ്. നിന്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ അമ്മയുടെ പക്കൽ പോവുക. ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് ഈ ഒരു മാസക്കാലം മുഴുവൻ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ നമ്മളോട്, കുടുംബങ്ങളോട്, സഭയോട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോട്, ശുശ്രൂഷകരോട്, രോഗികളോട്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരോട് എല്ലാം പറയുന്ന ഒരു കാര്യമിതാ: നിന്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ അമ്മയുടെ പക്കൽ പോവുക, എൻ്റെ അമ്മയുടെ മാധ്യസ്ഥം തേടുക. അവൾ നിത്യസഹായ മാതാവാണ്. അവൾ നിത്യസഹായമാണ്. ഏറ്റവും വലിയ മധ്യസ്ഥയാണ് അവൾ. വിശുദ്ധ ബർണാദിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ പോകാൻ നമുക്ക് മറ്റൊരു വലിയ മധ്യസ്ഥനെ ആവശ്യമുണ്ട്. അത് മറിയമാണ് ഏറ്റവും വലിയ മധ്യസ്ഥ. ഒരിക്കലും കൈവിടാത്ത സഹായം എന്നാണ് നിത്യസഹായ മാതാവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ പറ്റുന്നത്. അവൾ എല്ലാവരുടെയും അമ്മയാണ്. എല്ലാ മക്കളുടെയും സഹായത്തിന് ഈ അമ്മ മാതാവുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ എന്നുമ്പോൾ, ആ ദൈവം എല്ലാ മക്കളുടെയും അമ്മയായി ഏൽപ്പിച്ചിട്ടുള്ളത് ഈ നിത്യസഹായ മാതാവിനെയാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ പക്കൽ പോകാം. നിനക്കുറപ്പുള്ള മധ്യസ്ഥമാണിത്. നിന്നോടും കർത്താവ് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ ജീവിത പങ്കാളിയെയും സഹോദരങ്ങളെയും മക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തി ജീവിക്കുകയല്ല. അവരെയെല്ലാം തകർച്ചയിലേക്ക് പോകുന്ന ശാപവാക്കുകൾ ഉരുവിടുകയല്ല വേണ്ടത്. അവരുടെ എല്ലാം നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയല്ല വേണ്ടത്. പകരം അവരുടെ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട്, അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള നാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ഈശോയിൽ നിന്ന് സ്വീകരിക്കാം. ഇന്ന് ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടി പരിഹാരം ചെയ്യുവാൻ, പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ
മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനുള്ള കൃപ അനേകരിലേക്ക് ഈശോയെ അവിടെ നൽകണമേ എന്ന് ഈ വലിയ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദ്യോവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായുള്ള വിളിക്കായി ആഗ്രഹിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ മുഴുകിയവർക്കായി 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി സമർപ്പിക്കാം. സുകൃത ജപം. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.